BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാർക്കൊഴിയാൻ 2 ദിവസം കൂടി സമയം അനുവദിച്ച മരട് നഗരസഭ. ഇവർക്കിടയിൽ കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരുന്നു. പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇവരെ നഗരസഭയുടെ സെന്ററിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2 ദിവസത്തിനകം സ്വയം ഒഴിഞ്ഞു പോകാമെന്ന് ഇവർ അറിയിച്ചു. കൂടാതെ ഇവരുടെ കൂടെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും പ്രായമുള്ളവരെയും പരിഗണിച്ചാണ് നഗരസഭ 2 ദിവസം കൂടി സമയം അനുവദിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ ഒഴിഞ്ഞില്ലെങ്കിൽ ഫലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുറുവ സംഘാംഗം സന്തോഷ് ശെൽവത്തെ ഇവിടെ നിന്ന് പിടികൂടിയ സാഹചര്യത്തിലാണ് നടപടി. കർണാടക മൈസൂർ സ്വദേശികളായ 10ലധികം പേരാണ് ഇവിടെ താമസിക്കുന്നത്. വർഷങ്ങളായി മരടിന്റെ വിവിധ പ്രദേശങ്ങളിലായി താമസിച്ച കുട്ടവഞ്ചിയിൽ മീൻ പിടിച്ചാണ് ഇവരുടെ ഉപജീവനം. ഇവർക്കിടയിലേക്കാണ് കുറുവ സംഘങ്ങൾ കയറിപ്പറ്റിയത്. നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ നടപടികൾക്ക് നേതൃത്വം നൽകി. ഇവരെ ഒഴിപ്പിച്ച ശേഷം സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ ഭാഗം മുഴുവൻ സൗന്ദര്യവൽക്കരണം നടത്തുമെന്നും ആളുകൾക്ക് വിശ്രമ കേന്ദ്രം അടക്കമുള്ളവ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ്, ബിനോയ് ജോസഫ്, കൗൺസിലർമാരായ ബെൻഷാദ് നടുവിലബീട്, അനീഷ് ഉണ്ണി, ചന്ദ്രകലാധരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PI ജെക്സൺ, JIA ഹുസൈൻ മരട്, SI ഗോപകുമാർ എന്നിവരും നടപടികളിൽ പങ്കെടുത്തു. മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് മതവിദ്വേഷ പരാമർശം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും BJP നേതാവ് B ഗോപാലകൃഷ്ണനെതിരെയും കേസെടുത്ത നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ പരാതി നൽകി. സമൂഹത്തിന്റെ മതത്തിൽ പേരി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും കലാപാഹ്വാനം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് DGPക്ക് പരാതി നൽകിയത്. കേന്ദ്രമന്ത്രി പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് വഖഫ് ബോർഡ് സംബന്ധിച്ച് തെറ്റിദ്ധാരണ പകർത്തിയെന്നും അതിന്റെ പേരിൽ കലാപാഹ്വാനം നടത്തിയെന്നുമാണ് സുരേഷ് ഗോപിക്കെതിരായ പരാതി. സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ മതവികാരം വ്രണപ്പെടുന്നതും മതവിഭാഗങ്ങളെ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതുമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സമാനമായ പരാമർശമാണ് വഖഫ് ഭൂമി വിഷയത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ നടത്തിയത്. മതേതര കേരളത്തിന്റെ അഭിമാന കേന്ദ്രമായ എരുമേലിയിലെ വാവരുപള്ളിയെയും വാവരുസ്വാമിയെയും അധിക്ഷേപിച്ചുകൊണ്ട് കലാപാഹ്വാനം നടത്തിക്കൊണ്ടാണ് G ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചതെന്നും പരാതിയിൽ പറയുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ മോഷണം നടത്തുന്ന പ്രതികൾ പിടിയിൽ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേരള ഹൈക്കോടതിക്ക് മുൻവശമുള്ള MM മാത്യു ബിൽഡിംഗിൽ പാർക്ക് ചെയ്തിരുന്ന ഹീറോ ഡ്യൂറ്റ് മോഡൽ സ്കൂട്ടറും ബേസിൽ റോഡിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് മോഷണം പോയ ആക്ടിവ സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രതികളായ ജിത്തുരാജ്, തുളസിദാസ്, വേണുഗോപാൽ എന്നിവരെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസിലും പ്രതിയാണ് അറസ്റ്റിലായ വേണുഗോപാൽ. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുചക്ര വാഹന മോഷണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘം സ്റ്റേഷൻ പരിധികളിലും സമീപ പ്രദേശങ്ങളിലുമുള്ള നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും സമാനമായ കേസുകളിലെ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചും മറ്റും നടത്തിയ അന്വേഷണമാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയെ കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകം സ്ഥിരീകരിച്ചത്. പെരുമ്പാവൂർ സ്വദേശി JC ഇബ്രാഹിമിനെയാണ് കളമശ്ശേരി കുനംതൈയിലെ അപ്പാർട്ട്മെന്റിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കാനഡയിൽ ജോലിയുള്ള ഏക മകൾ അമ്മയെ ഫോണിൽ വിളിച്ച് കിട്ടാതായപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. JCയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. ഇത് കവർച്ച ചെയ്യപ്പെട്ടതാണോ എന്നും പോലീസിന് സംശയമുണ്ട്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ സജീവമായിരുന്നു JC ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തർക്കമോ മറ്റോ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. തലയിലുള്ള ആഴത്തിലുള്ള മുറിവ് കണ്ടതോടെ പോലീസിന് കൊലപാതകമാണോ എന്ന് സംശയമുണ്ടായിരുന്നു. മുഖത്ത് വികൃതമായ രീതിയിലായിരുന്നു പരിക്കേറ്റിരുന്നത്. മർദ്ദനത്തിന് ശേഷമാണ് മരണമെന്നും ഇന്നലെ തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു. തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പ്രതിയെ കണ്ടുപിടിക്കാൻ ഫ്ളാറ്റിൽ സ്ഥിരമായി വന്നുപോരുന്നവരെയും CCTVയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.